പ്രേക്ഷകര് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാലിന്റെ ദൃശ്യം 3യുടെ ആവേശം പകരുന്ന അപ്ഡേറ്റ് എത്തി. മറുഭാഷ പ്രേക്ഷകര് ഇത്രത്തോളം കാത്തിരുന്ന ഒരു മലയാള ചിത്രം ദൃശ്യം 3 പോലെ മറ്റൊന്ന് ഉണ്ടാവില്ല. ഏപ്രിൽ 2-ന് എത്തേണ്ടിയിരുന്ന ചിത്രം മോഹൻലാലിന്റെ പിറന്നാള് ദിനമായ മെയ് 21-നാണ് തിയേറ്ററുകളിൽ എത്തുക. കോവിഡ് സമയത്ത് പ്രേക്ഷകരിലേക്ക് എത്തിയ ദൃശ്യം 2 ഡയറക്റ്റ് OTT റിലീസായി ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് റിലീസ് ചെയ്യപ്പെട്ടിരുന്നത്. അതിനാൽ തന്നെ ഒരു തിയേറ്റർ അനുഭവം പ്രേക്ഷകർക്ക് നഷ്ടമായിരുന്നു. അന്ന് നഷ്ടപ്പെട്ട അവസരമാണ് മൂന്നാം ഭാഗത്തിലൂടെ പ്രേക്ഷകർക്ക് ലഭിക്കാനിരിക്കുന്നത്. ആദ്യ 2 ഭാഗങ്ങളുടെ കഥ മലയാളം ഒറിജിനൽ OTTയിലൂടെ കണ്ടും അതത് ഭാഷകളിലെ റീമേക്കുകള് കണ്ടും ദക്ഷിണേന്ത്യയെന്നോ ഉത്തരേന്ത്യയെന്നോ ഭേദമില്ലാതെ സിനിമാ പ്രേമികൾക്ക് സുപരിചിതമാണ്. അതിനാൽ തന്നെ മോഹൻലാല് നായകനാവുന്ന ദൃശ്യം 3യുടെ അത്രത്തോളം കാത്തിരിപ്പ് ഇന്ത്യ അങ്ങോളമിങ്ങോളമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ട്. ഇപ്പോഴിതാ റിലീസിന് മുൻപുള്ള ഒരു പ്രധാന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാല്. ചിത്രത്തിന്റെ ടീസർ റിലീസ് സംബന്ധിച്ചാണ് അത്. ദൃശ്യം 3 ടീസർ 29-ന് റിലീസ് ചെയ്യും. വൈകിട്ട് 5 മണി മുതൽ പ്രേക്ഷകർക്ക് ടീസർ കാണാം. പ്രഖ്യാപനത്തോട് അനുബന്ധിച്ചുള്ള പോസ്റ്ററില് ചിത്രത്തിന്റെ ഇതുവരെ പുറത്തുവിടാത്ത ഒരു സ്റ്റില്ലും കാണാം. കയ്യിൽ ഒരു മൺവെട്ടിയും കൊട്ടയുമായി വീടിന്റെ പറമ്പില് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയില് നിൽക്കുന്ന മോഹൻലാലിന്റെ ജോർജ് കുട്ടിയാണ് പോസ്റ്ററില്. ടീസറിനും ചിത്രത്തിനുമുള്ള ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് പോസ്റ്ററുകൾ അല്ലാതെ എത്തുന്ന ചിത്രത്തിന്റെ ആദ്യത്തെ പ്രധാന പബ്ലിസിറ്റി മെറ്റീരിയൽ ആവും ടീസര്. ചിത്രത്തിന്റെ വൻ വിപണി മൂല്യം മുന്നിൽ കണ്ട് ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളും ആശീർവാദ് സിനിമാസിനൊപ്പം മലയാളം ദൃശ്യം 3യുടെ ഭാഗമാവുന്നുണ്ട്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കല് ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമാസില് 100 കോടി മുതൽ മുടക്കുന്നുമുണ്ട്. പെൻ സ്റ്റുഡിയോസ് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരുന്നു. അതേസമയം ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സംബന്ധിച്ച് കോടതിയിൽ ഒരു കേസും എത്തിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോ ആണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് തങ്ങൾക്കാണെന്ന് അവകാശവാദമുന്നയിച്ച് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്.